നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഫോട്ടോ ചാലക്കുടി നഗരസഭയുടെ ഉപാധ്യക്ഷ, അതായത് വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവി അവരുടെ ഭർത്താവിൻ്റെ സ്മരണയ്ക്കായിട്ട് ചാലക്കുടി നഗരസഭയ്ക്ക് പാലിയേറ്റീവ് കെയർ വാഹനം വാങ്ങിക്കുന്നതിന് വേണ്ടി 5,50,000 രൂപയുടെ ചെക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ജൂലൈ 2-ാം തീയതിയാണ് പത്രങ്ങളിൽ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജൂലൈ 1-ാം തീയതി ആയിരിക്കാം ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങ് നഗരസഭ ഹാളിൽ നടന്നിട്ടുള്ളത്. ഇപ്പോൾ ജൂലൈ കഴിഞ്ഞു, ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബർ അവസാനം ഒക്ടോബറിലേക്ക് കടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനൊരു പരിപാടി നടന്നിട്ടുണ്ട്. അതായത് ചാലക്കുടി നഗരസഭയ്ക്ക് പാലിയേറ്റീവ് കെയർ, നമുക്ക് ചാലക്കുടി നഗരസഭയ്ക്ക് പാലിയേറ്റീവ് കെയർ ഹോമുകളിലേക്കൊക്കെ കെയർ ഹോം പദ്ധതി പ്രകാരം പാലിയേറ്റീവ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നഗരസഭയ്ക്കകത്തുള്ള വീടുകളിൽ പാലിയേറ്റീവ് കെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒമിനി വാഹനമുണ്ട്. അപ്പോൾ ആ ഒമിനി വാഹനം പുതിയത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് സി ശ്രീദേവി ഈ പൈസ കൈമാറുന്നത്. ഇനി രണ്ടാമത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന സംഭവം, നമ്മുടെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ ചാലക്കുടി നഗരസഭയ്ക്ക് ഒരു പാലിയേറ്റീവ് കെയർ വാഹനമുണ്ട്. ആ വാഹനവും കൊടുത്തിട്ടുള്ളത് ഈ ഇപ്പോഴത്തെ ഉപാധ്യക്ഷ സി ശ്രീദേവിയാണ്, അവരുടെ ഭർത്താവിൻ്റെ സ്മരണയ്ക്ക്. ആദ്യത്തെ വാഹനം, ഈ വാഹനത്തിന്റെ സ്ഥിതിയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഈ വാഹനം സ്റ്റാർട്ടാക്കണമെങ്കിൽ അത് ആരൊക്കെ വിചാരിക്കണം, ഈശ്വരന്മാർ കുറേ പേര് വിചാരിച്ചാൽ മാത്രമേ സ്റ്റാർട്ടാവുള്ളൂ. വണ്ടി പഞ്ചറാകും. അതുപോലെ ഈ പാലിയേറ്റീവ് കെയറിന്റെ ഭാഗമായിട്ടുള്ള ജീവനക്കാരുണ്ട്, അവരൊക്കെ ഉന്തിയും തള്ളിയൊക്കെയാണ് സ്റ്റാർട്ടാക്കണം. 7 വർഷമായിട്ട് ഇതിന്റെ ടയർ മാറ്റിയിട്ട് 13 വർഷം കഴിഞ്ഞ് ഈ വാഹനം വാങ്ങിച്ചിട്ട്, അതുകൊണ്ട് തന്നെ ഇത് ഓടിച്ചുകൊണ്ട് പാലിയേറ്റീവ് കെയർ സംവിധാനം കൊടുക്കാൻ വേണ്ടി പോകുക എന്ന് പറഞ്ഞാൽ അത്യന്തം ദുഷ്കരമാണ്. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിന്റെ ജീവനക്കാരായിട്ടുള്ള ആളുകൾ സൂപ്രണ്ടിന് ഒരു ലെറ്റർ വെച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 25-ാം തീയതി ഒരു ലെറ്റർ വെച്ചിട്ടുണ്ട്. ആ ലെറ്റർ സൂപ്രണ്ട് കണ്ടിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് നഗരസഭയ്ക്ക് കൈമാറിയിട്ടുണ്ടാവും. എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? ഈ വാഹനം ഇപ്പോൾ ഇവിടെ ഈ പാലിയേറ്റീവ് കെയർ സംവിധാനവുമായിട്ട് ചാലക്കുടി നഗരസഭത്തെ വീടുകളിലേക്ക് പോകുന്ന ഈ ഒമിനി വാഹനം അത്യന്തം അപകടാവസ്ഥയിലാണ്. ഇതിന്റെ ടയർ മാറ്റിയിട്ട് 7 വർഷമായി, എപ്പോഴും ടയർ പഞ്ചറാവുന്നു. ഇങ്ങനെയുള്ള അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ പുതിയ ടയർ വാങ്ങിച്ചു തരാനായിട്ടുള്ള ഒരു ഏർപ്പാടാക്കണം, അതല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങിക്കണം. ഇത് പറഞ്ഞിട്ടൊക്കെയാണ് ലെറ്റർ വെച്ചിട്ടുള്ളത്. ഇപ്പൊ ഇത് രണ്ടാമത്തെ സംഗതി. ആദ്യത്തെ എന്നിട്ട് ജൂലൈ 1-ാം തീയതിയോ മറ്റോ സി ശ്രീദേവി എന്ന് പറയുന്ന ഉപാധ്യക്ഷ പുതിയ വാഹനം വാങ്ങിക്കാൻ വേണ്ടി 5,50,000 രൂപയുടെ ചെക്ക് കൈമാറുന്നു. എവിടെയാണ് വാഹനം? എന്നിട്ട് ഇപ്പൊ എത്ര നാൾ കഴിഞ്ഞു? എവിടെയാണ് ഈ വാഹനം? ഈ വാഹനം എവിടെയാണ്? പുതിയ പാലിയേറ്റീവ് കെയർ വാഹനം. നമ്മൾ പണം കിട്ടാതെ വിഷമിക്കുന്ന സംവിധാനങ്ങളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഒരു നല്ല മനസ്സിന് ഉടമയായിട്ടുള്ള ഒരു വ്യക്തി സി ശ്രീദേവി, അവർക്ക് നല്ല മനസ്സുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരം സംവിധാനങ്ങൾ ചെയ്യുന്നത്. വെറുതെ ആരും കൊടുക്കില്ലല്ലോ പൈസ, വെറുതെ ആരും കൊടുക്കില്ലല്ലോ. അവരുടെ നല്ല മനസ്സുകൊണ്ടാണ് അവർ ഈ ചാലക്കുടി നഗരസഭയ്ക്ക് ഏറ്റവും നല്ല രീതിയിൽ പാലിയേറ്റീവ് കെയർ സംവിധാനം പോകുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം വാഹനം കൊടുത്തതും പിന്നീട് അതിന്റെ ഒരു സ്ഥിതി കണ്ടിട്ടാണ് ജൂലൈ മാസത്തിൽ രണ്ടാമത്തെ വാഹനം മേടിക്കാൻ വേണ്ടി, പുതിയൊരു വാഹനം വാങ്ങിക്കാൻ വേണ്ടി 5,50,000 രൂപ ചെലവഴിച്ചിട്ടുള്ളത്. ഇത് മുനിസിപ്പൽ ഫണ്ടിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. എന്ത് ചെയ്തു? എന്താണ് ചെയ്തത്? ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യങ്ങളിൽ ഒന്നാണ് ഈ പാലിയേറ്റീവ് കെയർ സംവിധാനം എന്ന് പറയുന്നത്. എല്ലാ പഞ്ചായത്തുകളും എല്ലാ തദ്ദേശ ഭരണ സംവിധാനങ്ങളും ഒക്കെ ഇപ്പൊ പാലിയേറ്റീവ് കെയർ സംവിധാനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചാലക്കുടി നഗരസഭയിൽ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നതെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഒരാൾ തന്ന പണം, ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വാങ്ങിക്കാൻ തന്ന പണം, അതെന്ത് ചെയ്തു? ബൈബിളിൽ മറ്റേ താലന്തുകളുടെ കഥ പറഞ്ഞില്ലേ? ഏറ്റവും ഒടുവിലത്തെ ഒരാൾ പറഞ്ഞില്ലേ, ഞാനത് കുഴിച്ചിട്ടു എന്ന്. ഇവർ ഈ പണം കൊണ്ടുപോയി കുഴിച്ചിട്ടോ? ഒരു വാഹനം, നിലവിലുള്ള വാഹനത്തിന്റെ സ്ഥിതിയാണ് ഈ പറയുന്നത്. അപ്പൊ ഇത്ര പണം, ഈ പൈസ ഒരാൾ തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് യാതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് നാണമാകില്ലേ ഭരണാധികാരികളെ? ഇനി ഇത് ആരുടെ മേത്താണ് ഇത് വെക്കാൻ പോകുന്നത്? എയുടെ മേത്തോ അല്ലെങ്കിൽ ആരുടെ സെക്രട്ടറിയുടെ മേത്തോ? ഏതെങ്കിലും ഭരണതലത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ മേത്താണോ സാധാരണ വെക്കാറ്? കഷ്ടം. നിങ്ങളുടെ ഭരണ സംവിധാനത്തിൽപ്പെട്ട ഒരു ഉപാധ്യക്ഷ സി ശ്രീദേവിന് പണം നൽകിയോണ്ടാണോ ഇത് മേടിക്കാണ്ടിരിക്കണമെന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല, അവരുടെ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോലാഹലങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. അത്യന്തം നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവം. നിങ്ങൾക്ക് നാണം വെക്കണം. എന്റെ ഭാഷ പറഞ്ഞത്, നിങ്ങൾക്ക് നാണം വെക്കണം. ആദരണീയനായ ശിവച്ചേട്ടാ, അങ്ങ് ഒരു ജനപ്രതിനിധി ആയിരുന്നപ്പോൾ, ഒരു കൗൺസിലർ ആയിരുന്നപ്പോ അങ്ങ് എത്ര നല്ല ജനകീയമായ ഇടപെടലാണ് ചെയ്ത്. അങ്ങക്ക് എന്ത് സംഭവിച്ചു? അങ്ങ് ജനകീയനല്ലെന്നോ ദുഷ്ടനാണെന്നല്ല പറയണത്. പക്ഷെ ഇതെന്താണ് സംഭവം? ഇത്രയും പണം തന്നിട്ട് ഒരു വാഹനം വാങ്ങിക്കാനായിട്ട്, പാലിയേറ്റീവ് കെയർ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഒരു വാഹനം വാങ്ങിക്കാൻ പണം തന്നിട്ട് നിങ്ങളത് എന്ത് ചെയ്തു? നിങ്ങളുടെ ഭരണകാലഘട്ടത്തിൽ തന്നെയല്ലേ ഈ പൈസ കിട്ടിയത്? കഷ്ടം. ഈ പുതിയ വാഹനം വാങ്ങിക്കേണ്ട സമയം അതിക്രമിച്ചു. പഴയ വാഹനത്തിന്റെ സ്ഥിതി എന്താണ്? അത്യന്തം ദുഷ്കരമാണ്. അതിലുള്ള ജീവനക്കാരെ സമ്മതിക്കണം. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാനാണ് നിങ്ങൾ ശ്രമിക്കണമെങ്കിൽ ഇതൊക്കെ ഉണർത്തേണ്ടതും ഉയർത്തിക്കേണ്ടതുമായ ആളുകളുണ്ട്. പക്ഷെ ഇത് എല്ലാവരും മൂക്കത്ത് വരല്ലോ. കാരണം പാലിയേറ്റീവ് കെയർ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനും മറ്റു കാര്യങ്ങൾ നടത്താൻ വേണ്ടി സംഘടനകൾ നെട്ടോട്ടം ഓടുമ്പോൾ 5,50,000 രൂപ ഒരാൾ ചെക്ക് കൈമാറിയിട്ട്, ജൂലൈ മാസം ചെക്ക് കൈമാറിയിട്ട് ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ 3 മാസം കഴിയാൻ പോണ്. എന്ത് ചെയ്തു? കഷ്ടം. ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. എത്രയും പെട്ടെന്ന് ഈ വാഹനം വാങ്ങിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് ചാലക്കുടി നഗരസഭ മാറണം എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ ആ നല്ല മനസ്സിനുടമയായിട്ടുള്ള ഉപാധ്യക്ഷ സി ശ്രീദേവി എന്ന് പറയുന്ന അവരോടുള്ള നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ അനാദരവാണ്. അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്
നിങ്ങൾ ഈ പരിപാടി വെച്ചിരിക്കുന്നത്, ഈ വാഹനം വാങ്ങിക്കാതെ വെച്ചിരിക്കുന്നതും, അതുപോലെ ഈ മൊട്ട ടയറുള്ള വണ്ടിയും കൊണ്ട് ഈ ജീവനക്കാരെ കഷ്ടപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.